നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർത്തവ വിരാമത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മളൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ SUT റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഗിരിജ ഗുരുദാസാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, നമുക്കറിയാം സ്ത്രീകൾക്ക് ഈ ആർത്തവ വിരാമം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് സംശയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ആദ്യം ഒന്ന് ചോദിക്കുക തന്നെ, ഏത് പ്രായമാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മെനോപോസിൻ്റെ ഒരു ഏജ് എത്രയാണ്? പലപ്പോഴും അല്ലെങ്കിൽ ഒരു 55 അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോഴേ എനിക്കിതുവരെ ആയില്ലല്ലോ, അല്ലെങ്കിൽ ആർത്തവിരാമത്തിൻ്റെ സമയമായി, അടുത്ത വീട്ടിലെ സ്ത്രീക്ക് ഈ ഒരു ഏജിലായി കഴിഞ്ഞു, എനിക്കിപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ നമ്മൾ പ്രത്യേകിച്ചൊരു സ്റ്റഡി ആയിട്ട് ആർത്തവ വിരാമം ഇത്ര ഏജ് ആണെന്നില്ലെങ്കിലും വെസ്റ്റേൺ രാജ്യത്തിലെ ആർത്തവ വിരാമം അവർ 51 വയസ്സാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 47-48 വയസ്സാണ് ഇന്ത്യയിൽ ആർത്തവ വിരാമമായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ജീവിത ദൈർഘ്യം കൂടുന്നതനുസരിച്ച് അപ്പോൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട് 25 വർഷം, അതായത് 25% ലൈഫ് ആർത്തവ വിരാമത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മാഡം, സാധാരണ ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് പലപ്പോഴും ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കുണ്ടാവുന്നത്. നമ്മളിപ്പോൾ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അതിൻ്റെ ഒരു 7-8 വർഷം മുമ്പുള്ള സമയം കൂടെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം. ഈ ആർത്തവ വിരാമത്തിനുണ്ടാകുന്ന സിംറ്റംസ് എല്ലാം ഒരു 50% ആളുകൾക്കും അതിനും ഒരു 7-8 വർഷം മുമ്പ് തന്നെ തുടങ്ങും. അതായത് ഒരു പീരീഡിൻ്റെ ഇറഗുലാരിറ്റി, ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് പീരീഡ് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെന്താ ക്യാൻസറിൻ്റെ ആണോ, അതോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. ഇത് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമത്തിലേക്ക് പോവുകയാണ്, അതിൻ്റെ സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഈ സ്ത്രീക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ആർത്തവ വിരാമം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നിൽക്കുന്ന ഒരെണ്ണമാണ്. അല്ല, അതൊരു ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസം നിൽക്കുന്ന ഒരു ഇതല്ല, ഒരു കാലഘട്ടം, ഒരു മെനോപോസൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ അണ്ഡാശയത്തിലുള്ള അണ്ഡം ഇല്ലാതാകുമ്പോഴാണ്, എല്ലാ അണ്ഡവും തീരുമ്പോഴാണ് ഈ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ 1 മില്യൺ, ഒരു ദശലക്ഷം അണ്ഡങ്ങൾ അതിനകത്ത് കാണും. 1 മില്യൺ. അപ്പോൾ ആ അണ്ഡം ഓരോ മാസവും കുറേ അണ്ഡങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് ഒരു 37 വയസ്സ് കഴിയുമ്പോൾ പിന്നെ അണ്ഡങ്ങൾ പെട്ടെന്നങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ അണ്ഡമാണല്ലോ നമുക്കറിയാം ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ്റെ ഇഫക്റ്റ് ബോഡിയിലുള്ള എല്ലാ ഓർഗനിലും ഈ ഇഫക്റ്റ് വരുന്നത് കൊണ്ടാണ് ആ പ്രോബ്ലംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും മാം, ഒരു കോൾ നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിക്കാം മാഡം, പറയൂ. ഹലോ ഡോക്ടർ. പറയൂ ഡോക്ടർ, എനിക്കിപ്പോൾ 53 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു 3-4 പ്രാവശ്യമായിട്ട് ഇപ്പൊ 2 മാസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് മെൻസസ് വരുന്നത്. ഇപ്രാവശ്യം വന്നിട്ട് 2 മാസമായിട്ടും വന്നില്ല. അപ്പം 1 വർഷം മുമ്പ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ ഈ 2 പ്രാവശ്യം വന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്ന നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം 1 വർഷം മുൻപ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 3 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴ വയറ്റിലുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ ഒന്നും ചെയ്യേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിപ്പോ എങ്ങനെയാ അതിനെ കുറിച്ച്? അത് വലുതായി കാണും. പിന്നെ ഞാൻ സ്കാൻ ചെയ്തില്ല. എന്താണെന്ന് വെച്ചാല് ഇപ്പോ പീരീഡ് നിൽക്കാൻ പോകുന്ന ആളിന് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവില്ല. ബ്ലീഡിങ് കുറഞ്ഞു വരും. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി 1 മാസം 2 മാസം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ താമസിച്ച് വരാം. പക്ഷെ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പോ നേരത്തെ ഒരു മുഴ ഉണ്ടായിരുന്നു, അത് 3 സെന്റിമീറ്റർ എന്നാണ് അന്ന് പറഞ്ഞതെങ്കിലും അത് അത്ര വലിയൊരു മുഴയൊന്നും അല്ല. പക്ഷെ അതിപ്പോ 1 വർഷത്തിൽ കൂടുതലായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി ആ മുഴ വലുതായിട്ടുണ്ടോ, അതിൽ നിന്നുള്ളതാണോ ബ്ലീഡിങ് എന്ന് അറിയാൻ പറ്റും. കൂടുതൽ ബ്ലീഡിങ് വന്നതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് 2-3 മാസമായിട്ട് വന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും
3 മാസമായിട്ട് വന്നില്ലെങ്കിൽ നമുക്കിപ്പം ഇപ്പം 53 വയസ്സെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പീരീഡ് ആർത്തവ വിരാമം ആകാനുള്ള സമയമായി. പിന്നെ എന്തുകൊണ്ട് വന്നില്ല? ഇപ്പൊ നമുക്ക് ആർത്തവ വിരാമം ആയി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ 3 മാസം പോരാ. ഒരു വർഷം പീരീഡ് ഇല്ലാതിരുന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമായിരിക്കും കൂടുതൽ ഹെവി ആയിട്ട് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ എന്തായാലും യൂട്രസിന്റെ അകത്തെ ലൈനിങ്ങിന്റെ തിക്നെസ് നോക്കണം. പിന്നെ രണ്ടാമത്തത് ഈ മുഴയുടെ സൈസ് വളർന്നിട്ടുണ്ടോ എന്നുള്ളതും അത്യാവശ്യമായിട്ട് നോക്കണം. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. മാം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ആർത്തവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് തന്നെ ശരീരം ചുക്കിച്ചുളിയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സായത് കണക്കുള്ള ഒരു അവസ്ഥയൊക്കെ തോന്നാറുണ്ട്. പലപ്പോഴും ഇത് ഡോക്ടർമാരുടെ മുന്നിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതൊരു ആർത്തവ വിരാമ കാലം നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും മോചിതനായിട്ട് നമുക്ക് പോകാൻ സാധിക്കും? നമ്മളിപ്പോൾ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാലും അത് നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഏർലി മെനപ്പോസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 12 മാസം ഇല്ലാതിരുന്നിട്ടുള്ള 4 വർഷം, ആദ്യത്തെ 4 വർഷത്തിനാണ് ഏർലി മെനപ്പോസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ട് ഫ്ലഷസ്, ഭയങ്കര ചൂട്, ദേഹത്തൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂട് കയറി വരിക, ഭയങ്കരമായിട്ട് വിയർക്കുക. അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജോലി ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ രാത്രി ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരും. പിന്നെ അതങ്ങ് സ്വെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അത് ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു 75% ആളുകൾക്കും ഇങ്ങനെ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകും. പക്ഷേ ഒരു 10-15% ആളുകൾക്ക് അതിനൊരു തീവ്രത കൂടുതലായിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഏർലി മെനപ്പോസിൻ്റെ ഒരു സിംറ്റം. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ മൂഡ് ചേഞ്ചസ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ. ഇപ്പോൾ എനിക്ക് പ്രായമായി, ഇനി എനിക്ക് ആരുമില്ല. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രഷേഴ്സ്, പിന്നെ മക്കളൊന്നും സ്ഥലത്ത് കാണൂല, ഹസ്ബൻഡ് എവിടെയെങ്കിലും ജോലി, അങ്ങനെയൊക്കെ ആയിരിക്കും. തനിച്ചൊരു ഏകാന്തത, അതിൻ്റെ കൂടെ വരുന്ന ഈ ഡിപ്രഷൻ, ആ മൂഡ് ചേഞ്ചസ്, അതും ഏർലി മെനപ്പോസിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ വരുന്നത് യൂറിനറി സിംറ്റം, കൂടെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ചു പോകും. അങ്ങനത്തെ ചില സിംറ്റംസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ ഇതാണ് ഓർമ്മശക്തി കുറച്ച് എന്തെങ്കിലും പിന്നെ ഓരോരുത്തരുടെ പേരുകളൊക്കെ ഇങ്ങനെ മറക്കുക. അപ്പോൾ അതെല്ലാം ഒരു ന്യൂറോ ഹോർമോൺസിൻ്റെ ഈ നെർവ്സിന് ഈസ്ട്രജൻ്റെ ഇഫക്റ്റ് ആണത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാമാണ് ഏർലി മെനോപോസ് എന്ന് പറയുമ്പോൾ ഉള്ള ഈ 4 വർഷത്തിനുള്ള ഇത്. തീർച്ചയായിട്ടും ഒരു കോൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിക്കാം മാഡം, പറയൂ. ഹലോ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്റെ സിസ്റ്ററിന് 42 years ആയി. ഇതിനിടെ ഒരു ലാസ്റ്റ് 2 ഭയങ്കരമായിരുന്നു മെൻസസ് വന്നപ്പോ. അപ്പൊ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു യൂട്രസിനുള്ളിൽ. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കീഹോൾ ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കീഹോള് വലിയ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. 15 എന്തോ സൈസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കീഹോളിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഇതിപ്പം യൂട്രസിലായിരിക്കില്ല. സിസ്റ്റ് സാധാരണ വരുന്നത് അണ്ഡാശയത്തിലായിരിക്കും. അണ്ഡാശയത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്, ഈ സിസ്റ്റിനകത്ത് ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിന് അറിയാനുള്ള ടെസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും പിന്നെ അൾട്രാസൗണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയാൽ ക്യാൻസർ ആണോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ക്യാൻസർ ഉണ്ടെങ്കിൽ കീഹോൾ ചെയ്യാൻ പറ്റാത്തതല്ല, കീഹോൾ ചെയ്യാതെ അത് പൊട്ടിക്കാതെ ഹോളായിട്ട് എടുക്കുന്നതായിരിക്കും ക്യാൻസറിന് അഭികാമ്യം. അങ്ങനെ ചെയ്യണം. അല്ല ക്യാൻസർ അല്ലാത്ത സിസ്റ്റുകളാണെങ്കിൽ ഏത് പ്രായത്തിലും ലാപ്രോസ്കോപ്പി, ദാറ്റ് ഈസ് കീഹോൾ വഴി നമുക്ക് ചെയ്യാൻ പറ്റും.
ചെയ്യാൻ പറ്റും. അത് ഇവൾക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് 7 ആയിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് സ്കാനിങ് അത് ഇതൊക്കെ ചെയ്ത് നോക്കിയത്. എന്നിട്ട് ബ്ലഡ് ഇപ്പം 2 ഇഞ്ചക്ഷൻ കൊടുത്ത് ബ്ലഡ് ഇപ്പം 11 HB ആക്കിയതിനു ശേഷം ഓപ്പൺ ചെയ്യാനും പറഞ്ഞോണ്ടിരിക്കുകയാണ് മംഗളാപുരത്ത് ഫാദർ മുളേഴ്സിലെ ഒരു ഡോക്ടർ. അപ്പൊ ഞങ്ങൾക്കത് ഇത്ര ഏജേ ഉള്ളൂ, അപ്പം ബാക്ക് പെയിൻ ഒക്കെ വരില്ല, കീ ഹോളിനാകുമ്പോ അത്ര ഇതില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് വിളിച്ചത്. അല്ല, ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അത് ഈ സ്പൈനൽ മാത്രമേ ചെയ്യുള്ളൂ അതോ GA ചെയ്യുവോ? കീ ഹോള് നമ്മൾ ജനറൽ അനസ്തീസിയയിലേ ചെയ്യുള്ളൂ. അല്ല, മറ്റേ കീ ഹോൾ അല്ലെങ്കിലും നമ്മൾ ജനറൽ അനസ്തീസിയ വേണം എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ നമ്മൾ പറയുവാണെങ്കിൽ ജനറൽ അനസ്തീസിയ തന്നെ തരും. തീർച്ചയായിട്ടും മാഡത്തിന് സംശയം മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി.